അതാണ് ദാറു അനസ്. അനസിന്റെ വീടാണത്, അനസിന്റെ വീടാണത്. എത്രയോ അനസുമാരും എത്രയോ തലകമാരും എത്രയോ ഉമ്മു സലമമാരും ഇന്നും ലോകത്തുണ്ട്. പക്ഷേ ഉമ്മു സലമയുടെ വീട് വീട്, അബൂ തൽഹയുടെ വീട് വീട്, അനസിന്റെ വീട് വീട്. ആ വീട്ടിലേക്ക് രാത്രിയിൽ മലക്കുകളുടെ പാരാവാരം പോലെ പരന്നൊടുകുന്ന മലക്കുകൾ ഇറങ്ങിയ വീട് വീട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീട് ഖുർആന്റെ വീടാകണം, നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമാകണം. ഒന്നാലോചിച്ചു നോക്ക്, ഒന്നാലോചിച്ചു നോക്ക്. ഭാര്യയും ഭർത്താവും മക്കളും ഒരേ മനസ്സോടെ കിടന്നുറങ്ങിയപ്പോ ആ വീട്ടിലേക്ക് മലക്കുകൾ വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് കള്ളും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയ നിന്റെ വീട്ടിൽ അള്ളാന്റെ മലക്കിറങ്ങുമോ? നീ പലിശ മേടിച്ച് തിന്നാല് നിന്റെ വീട്ടിൽ മലക്കിറങ്ങുമോ? അള്ളാന്റെ മലക്ക് വൈകുന്നേരം കള്ളും കുടിച്ചിട്ട് ആ കള്ള് വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിലൊരു റൂമിലെങ്ങാനും ഒരു കള്ളുകുടിയനുണ്ടായാൽ വല്ലാഹി ആ വീട്ടിൽ മലക്കിറങ്ങില്ല. പലിശ മേടിക്കുന്നവനാണോ മലക്കിറങ്ങില്ല. നിന്റെ പോക്കറ്റിൽ ലോട്ടറിയാണോ മലക്കിറങ്ങില്ല. എന്റെ സഹോദരങ്ങളെ, എങ്ങനെയാ നമ്മുടെ വീട്ടിൽ മലക്കിറങ്ങുന്നത്? നമ്മുടെ കുടുംബം മലക്കുകൾക്ക് വരാനുള്ള കുടുംബമാകുമോ? അങ്ങനത്തെ കുടുംബമാകുമ്പോഴാണ് ഖുർആന്റെ കുടുംബമാവുക. അങ്ങനത്തെ കുടുംബമാകുമ്പോഴാണ് കുടുംബമാവുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ ഖുർആനിൽ ഒരു വീട്, വല്ലദീന തബവ്വഉ ദാറ, ആ അദ്ദാർ ദാറു ഉമ്മി സലമയാണ്, ഉമ്മു സലമയുടെ വീട്. ഇന്ന് നമ്മുടെ വീട് കോൺക്രീറ്റ് സൗധങ്ങളാണ്. മുഗൾ രാജവംശത്തിന്റെ ശില്പ ചാതുരിയെ പോലും തോൽപ്പിക്കുന്ന സുന്ദരമായ വീടുകൾ, കോൺക്രീറ്റ് സൗധങ്ങൾ. ഒരു കൊതുകിന് പോലും കയർന്നു കയറാൻ പറ്റാത്ത ശീതീകരിച്ച റൂമിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ സർവ്വരും വരും, മലക്ക് വരൂല. വരുവോ? നമ്മുടെ വീട്ടിൽ മലക്ക് വരുവോ? നമ്മുടെ കുടുംബത്തിൽ മലക്കുകൾ വന്നാലല്ലേ നമ്മുടെ കുടുംബം കുടുംബമാകൂ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആനിലെ കുടുംബം എന്ന് പറയുന്ന വിഷയം. ആ ഖുർആനിലെ കുടുംബം എന്ന് പറയാൻ ഭാര്യ മാറണം, ഭർത്താവ് മാറണം, മക്കൾ മാറണം, മാതാപിതാക്കൾ മാറണം. ഇല്ലാതെ ആ കുടുംബം നല്ല കുടുംബമാവില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ വീട് കുടുംബം അള്ളാഹുവിന്റെ മലക്കിറങ്ങുന്ന കുടുംബമാകണം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. മലക്കിറങ്ങുന്ന വീടാക്കാൻ വേണ്ടി 3 കാര്യം പറഞ്ഞു തരാം. ചെയ്യുവോ? ചെയ്യുവോ? ചെയ്യോ ഇല്ലയോ? ഇത്രയും പേര് ഇൻഷാ അല്ലാഹ് ഇത്ര സൗണ്ടേ ഉള്ളൂ. ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നും ചെയ്യണം. നിങ്ങൾ 10,000 ഒന്നും എനിക്കും തരണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഷാ അല്ലാഹ്. പൈസ മുടക്കൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. കണ്ട, പൈസ മുടക്കുണ്ടെന്ന് പറഞ്ഞവർ ഇൻഷാ അല്ലാഹ് പറയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിൽ നിൽക്കുന്നവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകുന്നത് പോലെ, ഭൂമിയിലുള്ളവർക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെളിച്ചം നൽകുന്നത് പോലെ ആകാശത്തുള്ള മലക്കുകൾക്ക് ഭൂമിയിലെ ചില വീടുകൾ വെളിച്ചം നൽകുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കുടുംബത്തിൽ മലക്കിറങ്ങി വരട്ടെ, ജിബ്രീൽ വരട്ടെ, ജിബ്രീൽ വരട്ടെ. ജിബ്രീലു നാദാ ഫീ മനസ്സതി ഹുസ്നിഹി ഹാദാ കഹീലു തർബി ഹാദാ അഹ്മദു. ജിബ്രീലു നാദാ ഫീ മനസ്സതി ഹുസ്നിഹി. സൗന്ദര്യത്തിന്റെ മേച്ചിൽ പുറത്തു നിന്ന് ജിബ്രീൽ വിളിച്ചു പറയട്ടെ. ഏതാണ് വിളിച്ചു പറയുന്നത്? ഹാദാ അഹ്മദു, ഇത് അഹ്മദാണ്. അഹ്മദ് ഇവിടെ ജനിച്ചിരിക്കുകയാണ്, അഹ്മദ് ഇവിടെ ജനിച്ചിരിക്കുകയാണ്. ആമിന ബീവി അള്ളാന്റെ റസൂലിനെ പ്രസവിക്കുമ്പോ ആരാണ് സഹോദരങ്ങളെ? ആമിനയുടെ ചെറ്റക്കുടലിൽ വന്നു പോയതാളാണ് ജിബ്രീലു റവ്വാഹും ബിഹാദദ്ദാറു. അള്ളാന്റെ റസൂലിന്റെ ഉമ്മ ആമിന ബീവി റസൂലിനെ പ്രസവിക്കുകയാണ്. ഇത് ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാകൂ, മനസ്സിൽ തിന്മയില്ലാത്തവർക്കേ മനസ്സിലാകൂ. അഖിലദിൽന സമസ്താകെ വെറും ബുദ്ധി കൊണ്ട് കരുതുന്നവർക്കത് മനസ്സിലാവില്ല. അള്ളാന്റെ റസൂൽ ആമിനയുടെ വീട്ടിൽ പ്രസവിക്കപ്പെടുകയാണ്. വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുകയാണ്. ആരാണ് വരുന്നതെന്നറിയുമോ? ജിബ്രീലാണ് നായകൻ. ജിബ്രീലു റവ്വാഹും ബിഹാദദ്ദാറു. ആ വീട്ടിൽ ജിബ്രീൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ജിബ്രീൽ വരികയല്ല, പിന്നെയോ ആമിന ബീവി പ്രസവിക്കുന്നു. എന്റെ പെങ്ങളെ, ലോകത്ത് എത്ര പ്രസവം നടക്കുന്നു നമ്മുടെ വീട്ടിൽ. വരുമോ ജിബ്രീൽ? എന്റെ ജിബ്രീൽ വരൂലേ? ജിബ്രീൽ വരൂലേ? വരും. അലൈഹിസ്സലാം ജിബ്രീൽ വരും. അള്ളാഹു പറഞ്ഞു വിടും. പക്ഷെ നമ്മുടെ വീട് ഇബ്രാഹിമിന്റെ വീടാകും. അവിടെയാണ് പ്രശ്നം. നമ്മുടെ ലോകത്ത് എത്ര പ്രശ്നങ്ങൾ നടക്കുന്നു.
പിന്നെ പ്രസവം നടക്കണല്ലോ. പണ്ടൊക്കെ എല്ലാം പേരായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ്, സിസേറിയൻ. അതുകൊണ്ടാ വരാത്തെന്ന് എനിക്ക് തോന്നി. വരുവോ ജിബ്രീൽ? ജിബ്രീൽ വരികയല്ല അലൈഹിസ്സലാത്തു വസ്സലാം. ജിബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകൾ വന്ന് ആമിന ബീവിയുടെ കുടിലിൽ ഇറങ്ങി നിന്നു. ജിബി അലൈഹിസ്സലാത്തു വസ്സലാം റവ്വാഹുൻ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ കല്യാണ വീട്ടിലൊക്കെ തിരക്ക് കാണാൻ പാടില്ലേ? മേൽനോട്ടമുള്ള ആൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അവിടെ പോകും, ഇവിടെ പോകും. അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ വന്ന മേൽനോട്ടക്കാരൻ ജിബ്രീലു റവ്വാഹുൻ ബിഹാദദ്ദാറു. ആ വീട്ടിൽ ജിബ്രീൽ വരുന്നു, തിരിച്ചു പോകുന്നു, അള്ളാഹു പറഞ്ഞു വിടുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. ആ ചെറ്റക്കുടിലേക്ക് വീടുകളിലേക്ക് മലക്കുകൾ ഇറങ്ങിയെങ്കിൽ ഇന്ന് നമ്മുടെ വീടുകളിൽ ചെറ്റക്കുടിലല്ല. ആ കാലമൊക്കെ കടന്നുപോയി. ഏതൊരുവനും മണിസൗധങ്ങളാണ്. ആ മണിസൗധത്തിലെല്ലാം ഉണ്ട്. പക്ഷേ ജിബ്രീലിന് ഇറങ്ങാനുള്ള പ്ലാറ്റ്ഫോം മാത്രം നമ്മുടെ വീട്ടിലില്ല. ജിബ്രീലിന് ഇറങ്ങാനുള്ള പ്ലാറ്റ്ഫോം മാത്രം നമ്മുടെ വീട്ടിലില്ല. ഒരു സഹാബി മദീനത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വെളിയിൽ കിടക്കുന്ന കുതിര കിടന്ന് വല്ലാതെ അക്രമം കാണിക്കുന്നു. കുതിര കയറ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. കുതിര കിടന്ന് അലമുറയിട്ട് നിലവിളിക്കുന്നു. ആ സഹാബി ഖുർആൻ ഓതൽ നിർത്തി. ആ കുതിരയും അടങ്ങി നിന്നു. വീണ്ടും അദ്ദേഹം ഓതാൻ തുടങ്ങി. വീണ്ടും ആ കുതിര കിടന്ന് വെപ്രാളം കാണിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹം ഓതുമ്പോഴല്ല കുതിര കടന്ന് പരാക്രമം കാണിക്കുകയാണ്. രാവിലെ പ്രവാചകന്റെ അടുക്കലെത്തി, യാ റസൂലല്ലാഹ്, ഞാൻ ഖുർആൻ ഓതിയപ്പോ എന്റെ വീടിന്റെ പുറകിൽ കിടക്കുന്ന കുതിര കടന്നിട്ട് വല്ലാതെ അസ്വസ്ഥത കാണിച്ചു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബി വരിയാ, നിങ്ങൾ ഖുർആൻ ഓതിയപ്പോ നിങ്ങളുടെ കുടിലിൽ ഇരുന്നിട്ട് എല്ലാവരും രാത്രിയിൽ ഉറങ്ങുമ്പോ ആ സമയത്ത് നിങ്ങൾ ഖുർആൻ ഓതിയപ്പോ നിങ്ങളുടെ ഖുർആൻ ഓതൽ കേൾക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിലോട്ട് ഇറങ്ങി വന്നു. നീ രാത്രിയിൽ നിന്ന് ഖുർആൻ ഓതിയപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലോട്ട് ഇറങ്ങി വന്നു. ആ മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് നിന്റെ കുതിര പേടിച്ച് വെപ്രാളം കാണിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട അനുചരാ, സുബഹി നമസ്കാരത്തിന്റെ സമയം വരെ നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നെങ്കിൽ, എങ്ങാനും നിർത്താതെ നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ ഇന്ന് മദീനയുടെ പ്രഭാതം മലക്കുകളെ കൊണ്ട് നിറയുമായിരുന്നു. ഇന്ന് രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോ മദീനക്കാരും മലക്കുകളുടെ വലിയ ഒരു പ്രഭാതം കാണുമായിരുന്നെന്ന് ലോകൈക ഗുരുവേ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതിയപ്പോ മലക്കുകൾ ഇറങ്ങി വന്നു. അത് കണ്ടപ്പോ കുതിര ചാടി. നമ്മുടെ വീട്ടിൽ പുറകെ ഇരിക്കണ പോത്ത് ചാടുവോ? സുബൈയുടെ വാങ്കുളി കിടക്കണ പോത്ത് വേണമെങ്കിൽ നിന്നേക്കാളും അഫ്ളല് ഞാനാണ്. ഞാൻ പോത്താണെന്നെങ്കിലും വിചാരിക്കുക, നീ ഒരു മനുഷ്യനായി പോയത്. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ കട്ടിലേ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാണ്. എന്റെ പൊന്നുമോനെ, നീ കട്ടിലേ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോ നീ കിടക്കുന്ന കട്ടില് പണിത മരമില്ലേ, മരം, ആ മരം അള്ളാഹു നിസ്കരിക്കാത്ത നമ്മൾ മാത്രമേ ഉള്ളൂ. കട്ടിലേ കിടന്ന് ഉറങ്ങാൻ ആ കട്ടിലുണ്ടാക്കിയ മരമുണ്ടല്ലോ, മരം, ആ മരം സുബഹി നിസ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ മരങ്ങൾ നിസ്കരിക്കൂലേ? الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والنجم നക്ഷത്രങ്ങളും വശജറു വൃക്ഷങ്ങളും യസ്ജുദാനി, അത് രണ്ടും സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഖുർആൻ അല്ലാഹ് പറഞ്ഞതാരും നിരാകരിക്കാൻ പറ്റൂലല്ലോ. വശജറു വൃക്ഷങ്ങൾ, നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങാണ്. വീട്ടിന്റെ മുമ്പിലുള്ള തെങ്ങ് സുബഹിസ്കരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ സുജൂദ്, ഓരോന്നിന്റെ സുജൂദുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മലക്കുകൾ ഇറങ്ങുന്ന വീടായി മാറണം. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അതിലൊരു വീടായി അള്ളാഹു നമ്മുടെ വീടിനെ കബൂലാക്കട്ടെ. 3 വിഭാഗം ആളുകളുടെ വീടുകൾ, അത് ആകാശത്ത് നിൽക്കുന്ന മലക്കുകൾക്ക്, ഭൂമിയിൽ നിൽക്കുന്നവർക്ക് നക്ഷത്രം വെളിച്ചം നൽകുന്നത് പോലെ ആകാശത്തെ മലക്കുകൾക്ക് അത് ഭൂമിയിൽ വെളിച്ചം നൽകുന്ന വീടുകളാണ്. ആ വെളിച്ചം കണ്ടിട്ടാണ് അവർ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം ആളുകളുടെ വീടുകൾ. മങ്കരപുരത്ത് രാത്രിയിൽ എല്ലാവരും ഉറങ്ങാൻ ആകാശത്ത് നിന്ന് മലക്കുകൾ നോക്കുമ്പോ ആ 3 കൂട്ടം ആളുകളുടെ വീടുകൾ മാത്രം ഇപ്പൊ ഈ ബൾബ് ഇട്ടിരിക്കുന്ന പോലെ നന്നായിട്ട് തിളങ്ങി നിൽക്കും. ആ തിളക്കം കണ്ടിട്ട് മലക്കുകൾ ഇറങ്ങി വരും. രാത്രി നമ്മൾ ഉറങ്ങുന്നു, മലക്കുകൾ വന്ന് നമ്മുടെ കുടുംബത്തിൽ ഇറങ്ങുന്നു. ആരുടെ വീടാണത്? ഇൻഷാ അല്ലാഹ് ആക്കൂ, അങ്ങനെ ഒരാളെ വീട്ടിലാക്കൂ. ആരുടെ വീടാണ്?
അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒന്നാമത്തെ വീട് വബൈത്തുൽ ആലിമി, ആലിമിന്റെ വീടാണത്. അല്ലാഹുവിന്റെ ഇൽമു പഠിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച, തിരുദൂതരുടെ ഹദീസ് പഠിച്ച ഒരു ആലിമിന്റെ വീടാണത്. ഏതാലിമാണ്? ഇദാ അമില ബിഹി, അവൻ പഠിച്ച ഇൽമനുസരിച്ച് അവൻ അമൽ ചെയ്താൽ, പഠിക്കുകയും പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ നിന്റെ കുടുംബത്തിലുണ്ട്. ആ കുടുംബം മുകളിൽ വെളിച്ചമുള്ള കുടുംബമാണ്, പണ്ഡിതന്റെ കുടുംബം. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരു ആലിമിനെ നൽകി അനുഗ്രഹിക്കട്ടെ. സാധാരണ പറയല ആലിമീങ്ങളുടെ കുടുംബം, എന്താ അതിന്റെ പ്രത്യേകത? വെളിച്ചമുള്ള കുടുംബമാണ്. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ ഒരു ആലിമിനെ നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വീടാരുടെ വീടാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വബൈതു ഹാഫിലുൽ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിലിന്റെ വീടാണത്. നിന്റെ കുടുംബത്തിൽ ഒരു ഹാഫിലുണ്ടോ? നിന്റെ കുടുംബത്തിൽ ആരുമുണ്ടാകട്ടെ, എഞ്ചിനീയർ ഉണ്ടാകട്ടെ, ഡോക്ടർ ഉണ്ടാവട്ടെ, ഏറ്റവും വലിയ പണക്കാരൻ ഉണ്ടാവട്ടെ, പക്ഷേ നിന്റെ കുടുംബത്തിൽ ഒരാളുണ്ടാകണം. ഖുർആനിന്റെ കുടുംബമാകണോ? നിന്റെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഉണ്ടാകണം. അതാരെന്നറിയുമോ? ഖുർആന മാമാ तेरी भी ये लुबी लुबी तेरा नाम भी, ये आसमान तुम्हारा सामी, ये लुबी लुबी तेरा नाम भी. ഈ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിന്റെ വീടാണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളുൽ ഖുർആൻ. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിളുണ്ടോ, ആ വീട്ടിൽ മലക്കുകൾ ഇറങ്ങിയിരിക്കും. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കട്ടെ. ഷാനവാസിന് മക്കളെ ഹാഫിളീങ്ങളാക്കണമെന്ന് വലിയ ആഗ്രഹം. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഷാനവാസ് എനിക്ക് വലിയ പരിചയം. കഴിഞ്ഞ റമളാൻ 10 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നേ എന്നോട് ഉസ്താദെ മക്കളെ ഹാഫിളീങ്ങളാവാൻ ദുആ ചെയ്തു. ഒരു പിതാവോ മാതാവോ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത മക്കളെ ഹാഫിളീങ്ങളാക്കി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹാഫിളിന് നാളെ സ്വർഗത്തിലേക്ക് 40 പേരെ ശുപാർശയാ, കുടുംബാംഗങ്ങളെ മൊത്തം കയറ്റാം. ഇതാണ് ഖുർആനിലെ കുടുംബം. വബൈതു ഹാഫിളുൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കിയവന്റെ കുടുംബം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാവണമെന്ന് വിചാരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാ സദസ്സിലും പറയുന്നതാണ്. കാരണം അള്ളാഹു എനിക്കങ്ങനെ ഒരു തൗഫീഖ് നൽകിയിട്ടുണ്ട്. അതെന്റെ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗത്തിന്റെ കിരീടം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരാഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇൽമിന്റെ വഴിയിലെത്തിയത്. അല്ലെങ്കിൽ നമ്മൾ ആരും അവരാഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ, എനിക്കൊരു മകൻ ഹാഫിളായത് വേണം എന്നെൻ്റെ ഉമ്മ ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ, അഹമ്മദ് കബീർ ബാക്കവി എന്ന് പറയുന്ന ഒരാൾ ഈ സദസ്സിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും ആത്മീയ ഗുരുക്കൾ അവരാണ്. അവരെ ഓർക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അവരെ ഓർക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ നന്ദി കെട്ടവരാരാണ്. ലോകത്തുള്ള സർവ്വടത്തും നമ്മൾ സിയാറത്തിന് പോകും. സ്വന്തം വാപ്പായുമായും കിടക്കുന്നിടത്ത് നമ്മൾ സിയാറത്തിന് പോകും. സ്വന്തം വാപ്പായും ഉമ്മായും കിടക്കുന്നിടത്ത് പോയി അവർക്ക് വേണ്ടി യാസീനോദി ദുആ ചെയ്യാൻ നമുക്ക് സമയമില്ല. അവിടെ പോകാൻ നമ്മുടെ ഹൃദയം വിശാലമാകുന്നില്ല. തൊട്ടടുത്ത് കിടക്കുന്നവരുടെ പേരിൽ ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അകലെ കിടക്കുന്നവരെങ്ങനെയാണ് മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്? അള്ളാഹു അവരുടെ എല്ലാവരെയും ജീവിതം ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം മാതാപിതാക്കളെ കുറിച്ച്. മൂന്നാമത്തെ ദിവസം അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊരു ഹാഫിളിനെ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ഷാനവാസ് അറിയാം, നമ്മുടെ സെൻട്രൽ ജുമാ മസ്ജിദിൽ 1 മാസം ഞാൻ ഖുർആൻ മാത്രം സംസാരിച്ചു. തറാവീന് ശേഷം അത് കേട്ടിട്ട് 19 കുട്ടികളാണ് ഹിഫ്ളിന് പോയത് കഴിഞ്ഞ 1 വർഷം. ഞാൻ താമസിക്കുന്ന പള്ളിയുടെ പരിസരത്ത്, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ പരിസരത്ത് അതിൽ ഒരു കുട്ടി ഇപ്പോൾ 18 ജുസുമായി. അതിൻ്റെയൊക്കെ പ്രതിഫലം മതി നമുക്ക് ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും അവസാനം. നിങ്ങൾ എൻ്റെ പ്രസംഗത്തിന് പ്രതിഫലം തന്നെ എത്ര തരും? മതിയാവൂല. പക്ഷെ അള്ളാഹു പ്രതിഫലം നൽകാൻ തീരുമാനിച്ചാൽ ഇതൊക്കെ മതി നാളെ പരലോകം. അള്ളാഹു അത് കാണാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുക. ഒരാളെ കൊണ്ടുപോയി കബറി അടക്കിയാൽ 3 ദിവസമാകുമ്പോഴേ അവന്റെ കണ്ണഴുകാൻ തുടങ്ങും. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തേ നമുക്കുള്ള നയനം 2 കണ്ണും അഴുകാൻ തുടങ്ങും. 40 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ തലയോട്ടി മാത്രമേ കാണൂ. പക്ഷെ ഒരു ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കബറിലോട്ട് വെച്ചാൽ ആ ഹാഫിളിന്റെ ശരീരം ഒരു പുഴു പോലും തിന്നാൻ അടുക്കുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹാഫിളിന്റെ ശരീരം പുഴുക്കൾ തിന്നില്ല. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ മണ്ണോട് ചേരാതെ ഇരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നാളെ പരലോകത്ത് എല്ലാവരും പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോൾ ആ സമയത്ത് ഒരു ഹാഫിളിനോട് അല്ലാഹു പറയും, നിനക്ക് ഇഷ്ടപ്പെട്ട 40 പേരെ നീ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്തോളുക. അവനവൻ്റെ ഉമ്മയെ ശുപാർശ ചെയ്യാതിരിക്കും, അവനെ ഹാഫിളാക്കിയ വാപ്പയെ ശുപാർശ ചെയ്യാതിരിക്കൂ. 40 പേരുടെ കൈ പിടിച്ചിട്ട് അവൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെത്തുമ്പോഴോ ഹാഫിളിന്റെ മാതാപിതാക്കൾ അള്ളാഹു വിളിച്ചിട്ട് ഒരു വലിയ സിംഹാസനത്തിൽ കയറ്റിയിരിച്ചു. എന്നിട്ട് അവരുടെ തലയിൽ ഒരു മരതക രത്നങ്ങൾ പതിച്ച ഒരു കിരീടം തലയിലേക്ക് വെച്ചു കൊടുക്കും. വെച്ചു കൊടുത്തിട്ട് അവരെ പ്രത്യേക സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കും. മറ്റുള്ള മാതാപിതാക്കൾ ചോദിക്കും, എന്ത് നന്മ ചെയ്തിട്ടാണ് ഇവർക്ക് ഈ പ്രതിഫലവും ഒരു പ്രത്യേക കനക കിരീടവും? ആ സമയത്താണ് ഒരു വലിയ സിംഹാസനം. നമ്മളൊരു പൊതുസമ്മേളനം നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അധ്യക്ഷനും ഉദ്ഘാടനം നടത്തുന്ന ആൾക്ക് നല്ല കസേര, ബാക്കിയുള്ളവർക്ക് ആശംസാ പ്രസംഗത്തിനൊക്കെ ഫൈബർ കസേര. അള്ളാഹു ഹാഫിളിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു വലിയ സിംഹാസനം, ബാക്കിയുള്ളവർക്കൊക്കെ സദാ കസേര. അപ്പൊ ചോദിക്കും, ഇവരെന്ത് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പ്രതിഫലം? ഇത് ഹാഫിളിങ്ങളുടെ മാതാപിതാക്കളാണ്, ഇത് ഹാഫിളിങ്ങളുടെ മാതാപിതാക്കളാണ്. നാളെ മലക്കുകൾ നിങ്ങളുടെ ചൂണ്ടിട്ട് ഇത് ഹാഫിളിന്റെ വാപ്പയാണ്, ഹാഫിളിന്റെ ഉമ്മയാണ് എന്ന് പറയാൻ നമ്മുടെ കുടുംബത്തിലൊരു ഹാഫിളിനെ ഉണ്ടാക്കിയെടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് നിയത്തി സഹോദരങ്ങളെ, ഒന്ന് നിയത്തി സഹോദരങ്ങളെ, നമ്മൾ ഈ മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കിയവർ 1 മാസം ശമ്പളം 1 ലക്ഷം രൂപ ഇതൊക്കെ കിട്ടിയിട്ടും മരിക്കാൻ നേരത്ത് വെള്ളം തരാൻ ആ മക്കൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നു. അള്ളാഹു അത് നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നല്ലവരാക്കട്ടെ. നമ്മൾ ഏത് ദുനിയാവിന്റെ ഏത് കാര്യം ആഗ്രഹിച്ച് 1 വർഷം 1 ലക്ഷം രൂപ ഫീസ് കൊടുത്തിട്ട് വളർത്തിയാലും ആ മക്കൾ വിവാഹം കഴിയുന്നവരെ മാറിപ്പോകും. ഇൻഷാ അല്ലാഹ് ഒരു ഹാഫിളിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അവര് ദുനിയാവിൽ ചിലപ്പോൾ ഒന്നും തരൂലായിരിക്കും, കാരണം അവർക്ക് പരിമിതമായ ശമ്പളം. പക്ഷെ സ്വർഗത്തിൽ ഒരു കിരീടം നിങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വീട് ഖുർആൻ ഹാഫിളായകളുടെ വീടാണ്. മൂന്നാമത്തെ വീട് ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ സന്ധ്യാസമയത്ത് അവന്റെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ആ വീടാണ് സ്വർഗത്തിന്റെ വീടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് ആലിമിന്റെ വീട്, മറ്റൊന്ന് ഹാഫിളിന്റെ വീട്, 3 ഖുർആൻ ഓതുന്നവന്റെ വീട്. അറ്റ്ലീസ്റ്റ് ഇൻഷാ അല്ലാഹ് ഇതെങ്കിലും ചെയ്തുകൂടെ? ഇൻഷാ അല്ലാഹ് മഗ്രിബിന് വീട്ടില്, സുബഹിക്ക് വീട്ടില് ഖുർആൻ ഓതി. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു വെളിച്ചം നൽകട്ടെ. അള്ളാഹു വെളിച്ചം നൽകട്ടെ. അതിനുവേണ്ടി എന്തോതണം? കുടുംബത്തിൽ വീട്ടിൽ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ ഏതോതണം? ആയത്ത് 100 ഓതണം. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മതലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ബിസ്സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ യൂഖദു മിൻ സദറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. സൂറത്ത് നൂറിലെ ആയത്താണിത്. 34-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. ഈ ആയത്തോതി വീട്ടിൽ വെളിച്ചവും പ്രകാശവും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് വെളിച്ചമാ? ആയത്ത് 100 വീട്ടിൽ വെളിച്ചം ഉണ്ടാകുന്ന എന്താ? 60ന്റെ CFL 120ന്റെ വെളിച്ചം ഉണ്ടാകുന്നല്ല. ആ ആയത്ത് 100 ഓതിയാ മതി. CFL ഒക്കെ ഒരു കബീർ ഉസ്താദ് പറഞ്ഞു, വെളിച്ചം ഉണ്ടാകാൻ ആയത്ത് 100 ഓതിയാ മതി. നിന്റെ വീട്ടിൽ സമാധാനം, സന്തോഷം എല്ലാം ഉണ്ടാകും ആയത്ത് 100 ഓതിയാൽ. എപ്പോൾ? സുബൈക്ക് ശേഷവും മഗ്രിബിന് ശേഷവും. കാരണം എന്താ? അല്ലാഹു നൂറാൻ, റസൂലുള്ളാഹി നൂറാൻ, ഖുർആൻ നൂറാൻ, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. ഖുർആൻ നൂറാൻ. ഈ ആയത്ത് സൂറത്തു നൂറിലാണ്. ഈ ആയത്തിന്റെ പേര് ആയത്തു നൂർ എന്നാണ്. എല്ലാം വെളിച്ചമാണ്, എല്ലാം വെളിച്ചമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഈ മലക്കുകൾ ഇറങ്ങണം. ഈ മലക്കുകൾ ഇറങ്ങണം. മലക്കുകൾ കയറാ 3 വീടുകളിൽ മലക്കുകൾ കയറും. 3 വിഭാഗം ആളുകളുടെ വീട്ടിൽ മലക്കുകൾ കയറുകയില്ല. ആ കുടുംബം നന്നാവുകയില്ല. ആ കുടുംബം ഇവിടെ സമാധാനം ഉണ്ടാവുകയില്ല. ഏതാണ് ആ 3 വിഭാഗം ആളുകൾ? എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 3 വിഭാഗം ആളുകളുടെ വീടുകളിൽ മലക്കുകൾ കയറുകയില്ല. മലക്ക് കയറിയില്ലെങ്കിൽ പിന്നെ ആ വീടിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല.
അതിലൊന്നാമത്തെ വീട് ഏതാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു മലക്കുകളാണല്ലോ നാം ചെയ്യുന്ന അഅ്മാലുകൾ അള്ളാന്റെ മുമ്പിലെത്തിക്കുന്നത്. മലക്കുകളാണല്ലോ നാം ചെയ്യുന്ന നന്മകൾ അള്ളാന്റെ അടുക്കലോട്ട് കൊണ്ടുപോകുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞു 3 ആളുകൾ ചെയ്യുന്ന നന്മകൾ ഏറ്റെടുക്കാൻ മലക്കുകൾ വരികയില്ല. സലാസത്തുൽ ലാ യർഫഉ അഅ്മാലുഹും ഫൗക റഅസിഹി ഇല്ലാ ശുബ്റാ. 3 വിഭാഗം ആളുകൾ അവരുടെ സൽക്കർമ്മങ്ങൾ അവരുടെ തലയുടെ ഒരു ചാൺ മുകളിലോട്ട് പോവുകയില്ലെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അവൻ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും അവന്റെ സൽക്കർമ്മങ്ങൾ തലയുടെ ഒരു ചാൺ മുകളിലോട്ട് പോവുകയില്ലെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം ആളുകൾ അവരെ സൽക്കർമ്മങ്ങൾ ലാ യർഫഉ അഅ്മാലുഹും ഫൗക റഅസിഹി ഇല്ലാ ശുബ്റാ, ഒരു ചാൺ മുകളിലോട്ട് പോവുകയില്ല. മലക്കുകളല്ലേ സൽക്കർമ്മം കൊണ്ടുപോകുന്നത്. ഈ സൽക്കർമ്മം കൊണ്ട് മലക്കുകൾ വരില്ല, ഒരു ചാൺ മുകളിൽ നിൽക്കും. 3 വിഭാഗം ആളുകൾ അവർ നിസ്കരിച്ച എവിടം വരെ പോകും? ഇത്രയും ഒറ്റച്ചാൺ. അവരെ സക്കാത്ത് ഹജ്ജും ഒക്കെ എവിടം വരെ പോകും? എത്ര വരെ എത്തും? മാക്സിമം ഇവിടം വരെ എത്തും. ഇവിടം വരെ എത്തി അള്ളാഹു സൽക്കർമ്മം സ്വീകരിക്കും. ഒരാളുടെ സൽക്കർമ്മം സ്വീകരിക്കണമെങ്കിൽ എവിടം വരെ എത്തണം? ഒരാളുടെ സൽക്കർമ്മം സ്വീകരിക്കണോ എവിടം വരെ എത്തണം? വടശ്ശേരി പോണം, അർശില് ഇല്ലിയും വരെ എത്തണം. ഖുർആൻ ഞാൻ പറയുന്ന മുഴുവൻ ഖുർആനാണ്. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ. കല്ലാ, അങ്ങനെയല്ല. ഇന്ന കിതാബൽ അബ്റാരി, നന്മ ചെയ്യുന്ന ആളുകളുടെ ഗ്രന്ഥങ്ങൾ അത് ഇല്ലീനിലാണ് എത്തേണ്ടത്. ഇല്ലീൻ വരെ എത്തിയാലേ അല്ലാഹു ഒരു സൽക്കർമ്മം സ്വീകരിക്കൂ. 1-ാം ആകാശത്തെത്തിയാല് സ്വീകരിക്കില്ല, 2-ാം ആകാശത്തെത്തിയാല് സ്വീകരിക്കില്ല, 7 ആകാശം താണ്ടിയാല് സ്വീകരിക്കില്ല. ഇല്ലീനിലെത്തിയാലേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ ഇല്ലീൻ വരെ എത്തണം. എത്തൂല, തലയുടെ മുകളിൽ ഒരു ചാൺ. 1-ാമത്തെ ആളാരാ? ചുരുക്കി പറയാൻ സമയത്തിലേ പെട്ടെന്ന് നിർത്താം.